ചെയ്യാറ് മാനദണ്ഡം മാത്രമേ ഇവർക്കുള്ളൂ. ഒരു കാര്യം പറഞ്ഞു, ഗോപാലകൃഷ്ണൻ എന്ത് മര്യാദക്കാനായി ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നു. ഈ മുദ്രാവാക്യങ്ങള് DYFIക്ക് മുഴക്കാനുള്ളത് മാത്രമല്ല, മുസ്ലിം ലീഗ് ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് പ്രാവർത്തികമാക്കണം. ഇവരുടെ നേതാക്കന്മാരുടെ മക്കള്, MA ബേബിയുടെ മകൻ, മക്കള്, പിണറായി വിജയന്റെ മകള്, അങ്ങനെയുള്ളൂ. അല്ലല്ല മകള്, ഇവരൊക്കെ ഇവര് പിണറായി വിജയന്റെ മകളില്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞ ഇവരുടെ എല്ലാ നേതാക്കന്മാരുടെ സമയമാണ് ഞാൻ ലിസ്റ്റ് എടുത്ത് പറയാം. ഇവരൊക്കെ പഠിച്ചത് എവിടെയാ? ഇതൊന്നും പഠിച്ചത് സാധാരണ സർക്കാർ സ്കൂളിലല്ല, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, AK ആന്റണി കൊണ്ടുവന്ന ഞാൻ വളരെ ഗൗരവമായിട്ടൊരു സാധന, 2 സ്വാശ്രയ മെഡിക്കൽ കോളേജ് ഈസിക്കൽ ടു 1 ഗവൺമെന്റ് കോളേജ് എന്നായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അതായത് 50% കോളേജല്ല, അതാണ് മനസ്സിലാക്കുന്നത്. അതായത് കോളേജിനല്ല, ഈ സ്വാശ്രയ കോളേജിലെ 50% സീറ്റ് പാവപ്പെട്ടവന് കൊടുക്കണം. അതാണ് അതിന്റെ ഈക്വൽ. അതാണ് ആന്റണി എന്ന് പറഞ്ഞത്. അത് നിർത്തലാക്കിയവരാ ഇടതുപക്ഷം. ഈ സ്വാശ്രയ കോളേജിൽ മറുപടി പറയട്ടെ. അതായത് സ്വാശ്രയ കോളേജിൽ അറിയാത്ത കാര്യം പറയല്ലേ, സ്വാശ്രയ കോളേജില് 2 സ്വാശ്രയ കോളേജ് ഈസിക്വൽ ടു 1 ഗവൺമെന്റ് കോളേജ് എന്നുള്ള, അത് കോളേജ് കൊടുക്കലല്ല, വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് ഫീസിൽ പഠിപ്പിക്കണം സ്വാശ്രയ കോളേജിൽ. അതാണ് ആന്റണിയുടെ ഫോർമുല. ആ ഫോർമുല പിണറായി വിജയന്റെ കാലത്ത് എടുത്തു കളഞ്ഞു. അപ്പൊ പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞിട്ട് എന്താ? സ്വാശ്രയ കോളേജിൽ ഉത്തരം പറ. കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ പോയി കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള സാഹചര്യം ഉണ്ടായത്. ഞാൻ ആ ജഡ്ജിനെ കുറിച്ച് പറയുന്നില്ല, ജഡ്ജിനെ കുറിച്ച് പറയുന്നില്ല. ആ ജഡ്ജി റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം അന്നാണ് ആ വിധി ഉണ്ടായത്. അതിനെക്കുറിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ നിയമ മേഖലയിൽ വലിയ വിവാദം, രാജ്യത്തെ കോടതിയുടെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ പോലും ഉണ്ടായ വലിയ വിവാദം, ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം ഈ കേസിൽ പരാതി വിധി പറയാനുണ്ടായത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. പിണറായി വിജയനെ ആന്റണി താങ്കൾ സംഭവിച്ചല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.